ഇക്വേഷനും യൂണിറ്റും പഠിക്കാണ്ട് എക്സാം ഹാളിലേക്ക് കയറുക എന്ന് പറഞ്ഞ അഹങ്കാരം ഓൻ തീർന്ന്. നമ്മൾ എന്തിനാ വെറുതെ ലാസ്റ്റ് സമയത്ത് അതിനൊക്കെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പഠിച്ചാൽ മതി. തുടങ്ങല്ലേ നമുക്ക്. എടാ ആകെ 8 പാടല്ലുള്ളത്. ഓരോ പാടത്തിലും ഇക്വേഷൻസ് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് യൂണിറ്റും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പം തന്നെ പഠിക്കണം, ഒരു കോംപ്രമൈസും ചെയ്യരുത്. സെറ്റല്ലേ? സോ തന്നെ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ പഠിക്കാം. അതാണ് ഏറ്റവും പ്രയോറിറ്റി. ലാസ്റ്റ് പാഠം, 8ാമത്തെ പാഠം, സൗണ്ട് എന്നുള്ള പാഠം. ഈ പാഠത്തിൽ വല്ല ഇക്വേഷൻ പഠിക്കാനുണ്ടോ? ഉണ്ടടാ, ഉണ്ട്. ചിലപ്പം കൂടി വയ്ക്കും, ഒരു പടക്കം പൊട്ടിയതിന് ശേഷം നിങ്ങൾ ആ പടക്കം പൊട്ടിയ സൗണ്ട് 5 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ പടക്കം പൊട്ടിയത് എത്ര ദൂരത്താണ്? അത് വെച്ചുള്ള ചോദ്യം ഉണ്ടാവും. അപ്പം എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് സിമ്പിളാ. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ വേഗത ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, ദൂരം ബൈ സമയമാണ്. അപ്പം നിങ്ങൾ പറയും, സാറേ ഇതിലാ പടക്കത്തിലേക്കുള്ള ദൂരം എങ്ങനെ കാണുക? സോ ഇതിൽ ഈ ഒരു ഇക്വേഷൻ ട്രയാങ്കിൾ ഇങ്ങനെ ആലോചിക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, DTS എന്താലോചിക്കേണ്ടി, DTS. സോ ഇതിലെ DTS ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, ദൂരം ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡ്, ടൈം ഇൻറ്റു സ്പീഡ്, വേഗത ഗുണിക്കണം സമയം. വല്ല ബുദ്ധിമുട്ടുണ്ടോ? സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ ചില ആൾക്കാർ പറയും, ഇക്വേഷൻ മാത്രം പറഞ്ഞാൽ പോരെ സാറേ, അത് വെച്ചുള്ള പ്രോബ്ലം പറഞ്ഞു തരണം. ഇന്ന് രാത്രിക്കത്തെ ലൈവിൽ വാ, ഷുവർ ക്വസ്റ്റ്യൻസിൽ വാ, നമ്മൾ സെറ്റാക്കാം. സോ നല്ലോണം നോക്കിക്കോ. 7ാമത്തെ അല്ലാത്ത 8ാമത്തെ പാഠത്തിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഇക്വേഷൻ എന്താടാ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, DTS മതി. അതിൽ വേറെ ഒരു ഇക്വേഷനും ഇല്ല. സാറേ 7ാമത്തെ പാഠം കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള പാഠം, ധാരാവൈദ്യുതി എന്നുള്ള പാഠം. ഈ പാഠത്തിൽ പൊന്നുമാഷി ഞങ്ങൾ എന്ത് ഇക്വേഷനാണ് പഠിക്കേണ്ടത്? പൊന്നുമക്കളെ ഇക്വേഷൻ്റെ കൊട്ട. ഇതിൽ ഇഷ്ടം പോലെ ഇക്വേഷൻ ഉണ്ട്. സാറേ 1ാമത്തെ ഇക്വേഷൻ എന്താ? ഈ ട്രയാങ്കിൾ കൊണ്ട് പഠിച്ചോ. ഞാൻ 3 ട്രയാങ്കിൾ ഇതിൽ പഠിച്ചുതരും. ഈ പാഠത്തിലെ 3 ട്രയാങ്കിൾ പൊന്നുമക്കളെ എഴുതി പഠിച്ചോ. ഓരോ പാഠത്തിൽ ഇതും തിരിച്ചും മറച്ചും എഴുതി പഠിച്ചോ. എടാ വീരപ്പൻ, ഇതാണ് ഓം നിയമത്തിന്റെ ട്രയാങ്കിൾ. വീരപ്പൻ ആരടപ്പൻ വീരപ്പൻ, എന്തെങ്കിലും ആലോചിക്കുക. വീരാട് കോഹ്ലിന്നോ എന്താലോചിച്ചാലും കുഴപ്പമില്ല. വീരപ്പൻ. V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R, I ഈസ് ഈക്വൽ ടു V ബൈ R, R ഈസ് ഈക്വൽ ടു V ബൈ I. സാറേ ഇതൊക്കെ എന്താ? V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, I എന്ന് പറഞ്ഞാൽ കറണ്ട്, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം. സിമ്പിൾ, നിസ്സാരം. ഇതൊക്കെ ഇക്വേഷൻ ആണോ? സിമ്പിൾ. സാർ അടുത്തെന്താ? അടുത്ത ട്രയാങ്കിളാണ് ക്വിറ്റ് ഇന്ത്യ സമരം, ഗാന്ധിജിയുടെ ക്വിറ്റ് ഇന്ത്യ സമരം. സാറേ ക്വിറ്റ് ഇന്ത്യ Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു T, I ഈസ് ഈക്വൽ ടു Q ബൈ T, T ഈസ് ഈക്വൽ ടു Q ബൈ I. സാറേ ഇതൊക്കെ ആരാ? Q എന്ന് പറഞ്ഞാൽ ചാർജ്, I എന്ന് പറഞ്ഞാൽ കറണ്ട്, T എന്ന് പറഞ്ഞാൽ എന്താടാ? ടൈം. സെറ്റല്ലേ? വീരപ്പൻ ക്വിറ്റ് ഇന്ത്യ. എൻ്റെ കൂടെ പഠിക്കണേ. പഠിക്കുന്ന ആൾക്കാർ അപ്പം തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് ആവണ്ടേ. സുതലം കണ്ട് നോക്കുക. സിമ്പിൾ. സാർ അടുത്തത് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V. വളരെ പ്രധാനപ്പെട്ട ട്രയാങ്കിളാണ്. W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V. സാറേ W എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക്, പ്രവൃത്തി. Q എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ്. V എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ്. W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V. Q ഈസ് ഈക്വൽ ടു W ബൈ V. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു W ബൈ Q, വർക്ക് ബൈ ചാർജ്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? എതിരഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? എന്ത് എളുപ്പമാണ് ഫിസിക്സ്. വാവ്, സിമ്പിൾ, ഹമ്പിൾ, നിസ്സാരം. സാർ ഈ പാഠത്തിൽ പിന്നെന്താ ചോദിക്കുക? എൻ്റെ പൊന്നുമക്കളെ സീരീസും പാരലലും. സാറേ സീരീസും പാരലലും ഇത്ര പേടിക്കേണ്ട ഒന്നുമല്ല. രണ്ടാൾക്കാരെ വരിയായിട്ട് കണക്ട് ചെയ്താൽ അതിനാണ് നമ്മൾ സീരീസ് എന്ന് പറയാം. അതിന് മലയാളത്തിൽ പറഞ്ഞ പേരാണ് ശ്രേണി. എടാ ശ്രേണിയാണെങ്കിൽ മൊത്തം വെർപ്പിക്കൽ കാണാൻ, മൊത്തം റെസിസ്റ്റൻസ് കാണാൻ, ടോട്ടൽ പ്രതിരോധം കാണാൻ 2 ഇക്വേഷനാണ്. 1ാമത്തെ ഇക്വേഷൻ R ഇസ് ഇക്വൽ ടു R1 പ്ലസ് R2, ഇനി 3 R3, എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടുക. എന്നാൽ 2ാമതൊരു ഇക്വേഷൻ ഉണ്ട്. എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷനാണ്. ഇപ്പോൾ ഇവിടെ നോക്കട്ടെ, 2ഉം 10 അല്ലേ? എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെങ്കിൽ വേണമെങ്കിൽ R ഇസ് ഇക്വൽ ടു RN എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. അതിൽ N എന്ന് പറഞ്ഞാൽ എണ്ണമാണ്, R എന്ന് പറഞ്ഞാൽ ഒരാളുടെ വാല്യൂ ആണ് കേട്ടോ. കഴിഞ്ഞ്. സിമ്പിൾ. അപ്പോൾ സീരീസ് ആണെങ്കിൽ, ശ്രേണിയാണെങ്കിൽ എത്ര ഇക്വേഷൻ ഉണ്ട്? 2 ഇക്വേഷൻ. R ഇസ് ഇക്വൽ ടു R1 പ്ലസ് R2. സാർ ഇവിടെ R3 ഉണ്ടല്ലോ, 3 ആൾക്കാരുണ്ടെങ്കിൽ R3. സാറേ എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെങ്കിൽ എന്താ ഇക്വേഷൻ? RN എന്ന് പറഞ്ഞാൽ എണ്ണം. സാർ അടുത്ത കണക്ഷൻ എന്താ വിളിക്കുക? ഇങ്ങനെ അട്ടിക്കിടുന്ന കണക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയാം? പാരലൽ എന്ന് പറയാം, സമാന്തരം എന്ന് പറയാം. സാറേ സമാന്തരം ആണെങ്കിൽ എത്ര ഇക്വേഷൻ പഠിക്കാണ്ട്? നിങ്ങൾക്ക് 2 ഇക്വേഷനെ പഠിക്കാനുള്ളൂടാ. അതിൽ 2 ആൾക്കാർ മാത്രമാണെങ്കിൽ ഇക്വേഷൻ എന്താ നിങ്ങൾക്ക്? R ഇസ് ഇക്വൽ ടു R1 ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2. മാഷ അങ്ങനെ പറഞ്ഞാൽ എന്താ? 2 ആൾക്കാരെയും ഗുണിക്കുക ബൈ 2 ആൾക്കാരെയും കൂട്ടുക, 2 ആൾക്കാരെയും ഗുണിക്കുക ബൈ 2 ആൾക്കാരെയും കൂട്ടുക. R1 R2 ബൈ R1 പ്ലസ് R2. എൻ്റെ കൂടെ പഠിക്കണേ. വീഡിയോ പോസ് ചെയ്തോ, യൂട്യൂബാണ്, പോസ് ചെയ്തോ, ലൈക്ക് അടിച്ചോ, പഠിച്ചോ. എന്നിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കത്തിക്കടാ. സോ ഇതിൽ അടുത്തെന്താ? എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെങ്കിൽ, സിമ്പിൾ. എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെങ്കിൽ ഏതാ ഇക്വേഷൻ എന്ന്? എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് R ഇസ് ഈക്വൽ ടു R ബൈ N.
ആർ ഇസ് ഇക്വൽ ടു ആർ ബൈ എൻ. സിമ്പിൾ. ആർ ഇസ് ഇക്വൽ ടു ആർ ബൈ എൻ. അതിൽ എന്ന് പറഞ്ഞാൽ എണ്ണാണ്. കഴിഞ്ഞ ആ പരിപാടി കഴിഞ്ഞു. ഇതാണ് ആ പാഠത്തിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. സാറേ സിമ്പിൾ. ഇനി നമ്മൾ ഏത് പാഠം പഠിക്കാൻ പോകുന്നത്? 7ാമത്തെ പാഠം കഴിഞ്ഞു, അപ്പുറത്ത് 8ാമത്തെ പാഠം കഴിഞ്ഞു. ഇനി നമ്മൾ 6ാമത്തെ പാഠം തൂഫാനാക്കാൻ പോകുന്നു. സാർ 6ാമത്തെ പാഠത്തിൽ എന്താ ഇക്വേഷൻ? അതിലും ഇക്വേഷൻ ഉണ്ട്. അതിൽ ആദ്യം ഒരാളെ നമ്മൾ തള്ളുകയാണെങ്കിൽ സുഹൃത്തുക്കളെ അയാളൊരു വർക്ക് ചെയ്യൂലേ, പ്രവൃത്തി ചെയ്യൂലേ? ആ വർക്കാണുള്ള ഇക്വേഷനാണ് W is equal to F into S. F into S. F എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ്, ബലം. S എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് എത്ര ഡിസ്പ്ലേസ്മെന്റ് ആണോ ഉണ്ടായത്, അയാൾ എത്ര ദൂരമാണോ മാറിയത്, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. സിമ്പിൾ. ഇനി രണ്ടാമത്തെ എന്താ? സുഹൃത്തുക്കൾ ആരെങ്കിലും ഒരാളെ പിടിച്ച് പൊക്കി നേരിക്കുക. ഒരു ക്രെയിൻ ഒരു ചങ്ങാനെടുത്ത് പൊക്കി, ഞാനൊരു ടിൻറ്റ് മോനെടുത്ത് പൊക്കി, ഞാനൊരു മേശ എടുത്ത് പൊക്കി. ഒരാളൊരു വസ്തുവിനെ പൊക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്ത വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ആ വർക്കാണ് mgh. എം എന്ന് പറഞ്ഞാൽ മാസാണ്, ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, ഉയരം. ജീൻ്റെ വാല്യൂ 9.8 ആണെന്നും കൂടി പഠിച്ചു വെച്ചാൽ നിസ്സാരം. സാറേ പിന്നെ ഈ പാഠത്തിൽ എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ? ഉണ്ടടാ. ഈ പാഠത്തിൽ കൈനറ്റിക് എനർജിയും ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്, ഗതികോർജ്ജം ഉണ്ട്, സ്ഥിതികോർജ്ജം ഉണ്ട്. സുഹൃത്തുക്കൾ ആദ്യം കൈനറ്റിക് എനർജി അഥവാ ഗതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ ഹാഫ് mv². ഹാഫ് mv². ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതിയാക്കുക, എം എന്ന് പറഞ്ഞാൽ മാസാണ്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമാണ്. സിമ്പിൾ. സാറേ പ്രോബ്ലംസോ? രാത്രിക്കത്തെ ലൈവിലേക്ക് വാടാ, അവിടെ ശരിയാക്കി തരാം. സാർ അടുത്തത് പൊട്ടൻഷ്യൽ എനർജി. സാറേ ഗതികോർജ്ജം കഴിഞ്ഞാൽ അടുത്ത എനർജിയാണ് സ്ഥിതികോർജ്ജം. സ്ഥിതികോർജ്ജം അഥവാ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് U is equal to പൊട്ടൻഷ്യൽ എനർജി is equal to mgh. mgh. എൻ്റെ കൂടെ പഠിക്കണേ. mgh. എം എന്ന് പറഞ്ഞാൽ മാസാണ്, ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. സാറേ എളുപ്പം, വളരെ വളരെ എളുപ്പം. പിന്നെ ഈ പാഠത്തിൽ വേറെ ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ? ഉണ്ട്. പവർ കാണാനുള്ള 2 ഇക്വേഷൻ ഉണ്ട്. ഒരാളുടെ പവർ കാണാനുള്ള 2 ഇക്വേഷൻ ഉണ്ട്. പവർ കാണാനുള്ള ഒന്നാമത്തെ ഇക്വേഷൻ ആണ് W/T. വർക്ക് ബൈ ടൈം, പ്രവൃത്തി ബൈ സമയം. സാറേ പവർ കാണാൻ ഒരു ഇക്വേഷൻ കൂടി ഉണ്ടോ? ഉണ്ട്. സുഹൃത്തുക്കളെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് mgh/T. mgh/T. ഓക്കെ അല്ലേ? സിമ്പിൾ ആടാ. വർക്ക് കാണാനുള്ള 2 ഇക്വേഷൻ ആണ്. വർക്ക് ബൈ ടൈം, പവർ കാണാനുള്ള 2 ഇക്വേഷൻ ആണ്. വർക്ക് ബൈ ടൈമും mgh/ടൈമും. കഴിഞ്ഞ്. ഇതാണ് 6ാമത്തെ പാഠത്തിലെ ഇക്വേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട 3 പാഠം നമ്മൾ പഠിച്ചില്ലേ? 8ാമത്തെ പാഠം, 7ാമത്തെ പാഠം, 6ാമത്തെ പാഠം. ഇനി നമ്മൾ ഏത് പാഠം പഠിക്കാൻ പോണ്? 5ാമത്തെ പാഠം. 5ാമത്തെ പാഠത്തിൽ ആകെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഇക്വേഷൻ എന്താ? പ്രവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എങ്ങനെ കണ്ടെത്തുക? സിമ്പിൾ ആണ്, വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. സാറേ ബോയൻസി എങ്ങനെ കണ്ടെത്തുക? ഒരാളുടെ എയറിലുള്ള വെയിറ്റും വെള്ളത്തിലുള്ള വെയിറ്റും കുറച്ചാൽ മതി. ചക്ക എയറിൽ, ചക്ക വേണമെന്നില്ല, ഒരു മരക്കട്ടി, ഒരു മരത്തിൻ്റെ കട്ട, വായു എയറിൽ 100 ന്യൂട്ടണും വെള്ളത്തിൽ 10 ന്യൂട്ടണാണ്. അപ്പോൾ ബോയൻസി എത്ര? 100 - 10. വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. ഈ പാഠത്തിൽ അടുത്ത ചോദിക്കും റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. കൂടെ തന്നെ പഠിക്കണേ, കൂടെ തന്നെ പഠിക്കണേ. വേണമെങ്കിൽ ഓരോന്നും കഴിയുമ്പോഴും വീഡിയോ പോസ്റ്റ് അടിച്ചോ, പഠിച്ചോ, എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്തോ, എങ്ങനെയാലും കുഴപ്പമില്ല. എൻ്റെ കൂടെ പഠിക്കുക. ഇനി പിന്നത്തേക്ക് വെക്കരുത്. സെറ്റല്ലേ? സുഹൃത്തുക്കളെ അടുത്ത പാഠം ഇനി ഏതാ പാഠം? 4ാമത്തെ പാഠം. 4ാമത്തെ പാഠം ഏതാടാ? ഗ്രാവിറ്റേഷൻ. സുഹൃത്തുക്കളെ എളുപ്പമാടാ. 2 ആൾക്കാർ, ഏതെങ്കിലും 2 ആൾക്കാർ, പാവം, ഇനിയിപ്പോൾ എപ്പോഴും പാവം, ഞാൻ ഇവരെ പറ്റി പറഞ്ഞു തരണ്ട. 2 ആൾക്കാർ തമ്മിലുള്ള അട്രാക്ഷൻ, ഇവർ തമ്മിലുള്ള ആകർഷണം, അത് കാണാനുള്ള ഇക്വേഷൻ എന്താ? സിമ്പിൾ. F is equal to Gm1m2/d². 2 ആൾക്കാർ തമ്മിലുള്ള, ഭൂമിയിലുള്ള ഏത് 2 വസ്തുക്കളാണെങ്കിലും അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, പരസ്പര ആകർഷണ ബലം കാണാനുള്ള ഇക്വേഷൻ ആണ് F is equal to Gm1m2/d². സാർ അതിൽ m1 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ ആളുടെ മാസ്. m2 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ ആളുടെ മാസ്. d എന്ന് പറഞ്ഞാൽ എന്താ? അവർ തമ്മിലുള്ള ദൂരം, ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദം, അവർ തമ്മിലുള്ള അകലം. വല്ല ബുദ്ധിമുട്ടുണ്ടോ? സാർ അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ ഭൂമിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ? 2 മനുഷ്യന്മാർ, ഏതെങ്കിലും 2 വാഴകളാണെങ്കിൽ F is equal to Gm1m2/d². എപ്പോഴെങ്കിലും ഒരാളും ഭൂമിയും തമ്മിലുള്ള ഐ ലവ് യു ചോദിച്ചിരിക്കുക, ഒരാളും ഭൂമിയും തമ്മിലുള്ള ആകർഷണ ബലം ചോദിച്ചിരിക്കുക. ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് ആൻ ഒബ്ജക്റ്റ്. എർത്തും ഒരു ഒബ്ജക്റ്റും ആണെങ്കിൽ ഈ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. സുഹൃത്തുക്കളെ ഒന്നാമത്തെ ആൾ ഭൂമി ആയതുകൊണ്ട് ഭൂമിക്ക് വലിയ എം കൊണ്ട് കൊടുക്കും. F is equal to G വലിയ എം ചെറിയ m/r². ഇതിൽ വലിയ എം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിൻ്റെ മാസ്. ചെറിയ എം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മാസ്. R എന്ന് പറഞ്ഞാൽ എന്താടാ? ഭൂമിൻ്റെ റേഡിയസ്, ആരം. വല്ല ഇതിൽ അഭിപ്രായം ഉണ്ടോ? ഉണ്ടാവരുത്. എൻ്റെ കൂടെ പഠിക്കുക, ഹാപ്പി ആവുക. ടാറ്റ ബൈ ബൈ, സി യു പറയാം. സാറേ പിന്നെ ഈ പാഠത്തിൽ എന്താ ചോദിക്കുക? ഈ പാഠത്തിൽ ഒരു കാര്യം കൂടി ചോദിക്കും. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇത് അങ്ങോട്ട് കൊണ്ട് മാറ്റിയാൽ മതി. സാറേ d² is equal to Gm1m2/f. ഈ 2 ആൾക്കാർ അങ്ങോട്ട് കൊണ്ട് മാറ്റിയാൽ മതിയേ. ദൂരം കാണാനുള്ള ഇക്വേഷൻ ആണ് d² is equal to Gm1m2/f. വല്ല ബുദ്ധിമുട്ടുണ്ടോ? പഠിക്കുക. സാറേ പിന്നെ ഈ പാഠത്തിൽ എന്താ ചോദിക്കുക? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി.
ഇമ്പോർട്ടൻ്റാ. ഭൂഗുരുത്വ ത്വരണം. എടാ പൊന്നു മക്കളെ, ഭൂഗുരുത്വ ത്വരണം കാണാനുള്ള ഇക്വേഷൻ എന്താ? ചെറിയ g ഈസ് ഈക്വൽ ടു വലിയ g വലിയ m ബൈ ആർ സ്ക്വയർ. പറഞ്ഞു പഠിച്ചോ. ചെറിയ g ഈസ് ഈക്വൽ ടു വലിയ g വലിയ m ബൈ ആർ സ്ക്വയർ. ചെറിയ g ഈസ് ഈക്വൽ ടു വലിയ g വലിയ m ബൈ ആർ സ്ക്വയർ. ഹാപ്പി ന്യൂ ഇയർ. നിസ്സാരം, വളരെ വളരെ എളുപ്പം സാറേ. പിന്നെ ഈ പാഠത്തിലുള്ള ഇക്വേഷൻ ആണ് വെയിറ്റ് അഥവാ ഭാരം കാണാനുള്ള ഇക്വേഷൻ. വെയിറ്റ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു g, മാസ് ഇൻറ്റു g. സാറേ തിരിച്ചു വയ്ക്കുകയാണെങ്കിലോ മാസ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ g. സാറേ g ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ m. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ട്രയാങ്കിൾ ആണ്. w ഈസ് ഈക്വൽ ടു mg. ഒരാളുടെ വെയിറ്റ് അഥവാ ഭാരം കാണാനുള്ള ഇക്വേഷൻ അയാളുടെ മാസിനെ g കൊണ്ട് ഗുണിച്ചാൽ മതി. വല്ലതിന് അഭിപ്രായം ഉണ്ടോ? ഉണ്ടാവരുത്. അടുത്ത പാഠം സാറേ. അടുത്ത പാഠം ഏതാ? 4ാമത്തെ പാഠം കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മാഷേ 3ാമത്തെ പാഠല്ലേ. 3ാമത്തെ പാഠത്തിൽ ആദ്യം പഠിക്കേണ്ടത് ബാലൻസ്ഡ് ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ്. സുഹൃത്തുക്കളെ അതെങ്ങനെ മനസ്സിലാക്കുക? റിസൾട്ടന്റ് ഫോഴ്സ് നോക്കുക. എങ്ങനെയാണ് പരിണത ബലം കണ്ടെത്തുക? ഒരാളെ മേത്തുക അവിടുന്ന് ഒരാൾ വലിക്കുന്നുണ്ട്, ഇവിടുന്ന് ഒരാളെ മേത്തുക വലിക്കുന്നുണ്ട്. സോ അയാളെ മേത്തുള്ള ആകെ ബലത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് വിളിക്കുക. മലയാളത്തിൽ അതിനെ പരിണത ബലം എന്ന് വിളിക്കുക. സാറേ എങ്ങനെ സാറേ റിസൾട്ടന്റ് ഫോഴ്സ് കാണുക? ഒരാളെ മേത്തുള്ള പരിണത ബലം എങ്ങനെ കാണുക? ഒരാളെ മേത്തുള്ള ആകെ ബലം എങ്ങനെ കാണുക? സിമ്പിളാ മക്കളെ. രണ്ടും ഒരേ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും ഒരേ ഡയറക്ഷനാണ് തള്ളുന്നുണ്ടെങ്കിൽ രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടുക. എന്നാൽ രണ്ടും ഓപ്പോസിറ്റ് ആണെങ്കിലോ വലതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. സാറേ കഴിഞ്ഞ്. എങ്ങനെ പരിണത ബലം കണ്ടെത്തുക? രണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ F1 + F2. ഉദാഹരണത്തിന് ഒരാൾ അങ്ങോട്ട് 5 ന്യൂട്ടണിൽ തള്ളി, രണ്ടാമത്തെ കുട്ടിയും 10 ന്യൂട്ടണിൽ തള്ളി. രണ്ടും ഒരേ ഡയറക്ഷൻ അല്ലേ? അപ്പം എങ്ങനെ കണ്ടെത്തുക ആകെ ബലം? 10 + 5 15. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇനി അതല്ല സാറേ, ഒരാൾ 10 ന്യൂട്ടണിൽ അങ്ങോട്ട് തള്ളി, മറ്റൊരു കുട്ടി 5 ന്യൂട്ടണിൽ ഇങ്ങോട്ട് തള്ളി. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്ന് കുറയ്ക്കുക. 10 കുറയ്ക്കണം 5 = 5. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. സാറേ ഈ പാഠത്തിൽ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ. ന്യൂട്ടന്റെ 2ാമത്തെ ചലന നിയമം. F = അമ്മേ 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 അമ്മേ. F = അമ്മേ. സിമ്പിളാടാ. എമ്മേ. F എന്ന് പറഞ്ഞാൽ ബലം, എം എന്ന് പറഞ്ഞാൽ മാസ്, എ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സലറേഷൻ അഥവാ ത്വരണം. എഫ് കാണാനുള്ള ഇക്വേഷൻ ആണ് m ഇൻറ്റു എ. ഈ പെട്ടിയാണ് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കല്. എം മാസ് കാണാൻ എന്താ ചെയ്യേണ്ടി? m = F by a. എ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? a = F by m. എജുപോർട്ടിൻ്റെ ഒരു കുട്ടിയാണെങ്കിൽ ആക്സലറേഷൻ കാണാൻ 2 ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. ഒന്നാമതാണ് a = F by m. രണ്ടാമത്താണ് a = v - u by t. v - u by t. സുഹൃത്തുക്കളെ അതും കൂടി ഒന്ന് പഠിച്ചേക്കണേ. അതിൽ u എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വെലോസിറ്റിയാണ്, v എന്ന് പറഞ്ഞാൽ അവസാനത്തെ അന്ത്യപ്രവേഗമാണ്, ഫൈനൽ വെലോസിറ്റിയാണ്, t എന്ന് പറഞ്ഞാൽ സമയമാണ്. പിന്നെ ആ പാഠത്തിൽ എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ. സാറേ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ P = mv. ഉറപ്പാടാ, ചോദ്യം എന്തായാലും വരടാ. P = mv. മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്താ? m ഇൻറ്റു v. സാറേ m എന്ന് പറഞ്ഞാൽ മാസ് ആണ്, v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമാണ്. സാറേ പിന്നെ ആ പാഠത്തിൽ എന്തെങ്കിലും ചോദിക്കുക? ആ ചോദിക്കും. ഒരാൾക്ക് 2 മൊമെൻ്റ് ഉണ്ടെന്ന് ഇരിക്കുക, ഒരാളുടെ സ്പീഡ് മാറുന്നുണ്ടെന്ന് ഇരിക്കുക. അപ്പോൾ ആദ്യത്തെ മൊമെൻറ്റും ചോദിക്കും, അവസാനത്തെ മൊമെൻറ്റും ചോദിക്കും. ഒരാളുടെ ആദ്യത്തെ മൊമെൻറ്റം, ഇനീഷ്യൽ മൊമെൻറ്റം എങ്ങനെയാണ് കണ്ടെത്തുക? എം യു. എം എന്ന് പറഞ്ഞാൽ എന്താ? മാസ്. യു എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ ആദ്യത്തെ വെലോസിറ്റി, ആദ്യത്തെ പ്രവേഗം. സാറേ അങ്ങനെയാണെങ്കിൽ അവസാനത്തെ മൊമെൻ്റ് എങ്ങനെ കണ്ടെത്തുക? സാറേ അവസാനത്തെ മൊമെൻ്റ് സിമ്പിളാ, എം വി. അതിൽ v എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ അവസാനത്തെ വെലോസിറ്റി, അവസാനത്തെ പ്രവേഗം. എൻ്റെ മക്കൾ ഏതെങ്കിലും ഭാഗത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോ പോസ് അടിക്കുന്നു, ബാക്ക് അടിക്കുന്നു, വേണമെങ്കിൽ ആ താഴെയുള്ള പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നു. റെഡി അല്ലേ? എങ്ങനെയാലും പഠിക്കാണ്ട് ഈ വീഡിയോ എൻ്റെ അടിക്കരുത്. നന്നായിട്ട് പഠിക്കുക, സെറ്റ് ചെയ്യുക, മറക്കരുത്. ഓക്കെ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിക്കും, ചേഞ്ച് ഇൻ മൊമെൻറ്റം എങ്ങനെ കണ്ടെത്തുകയെന്ന്, മൊമെൻ്റ് വ്യത്യാസം എങ്ങനെ കണ്ടെത്തുകയെന്ന്. എടാ എളുപ്പാ. മൊമെൻ്റ് വ്യത്യാസം കണ്ടെത്താൻ mv - mu, mv - mu. അവസാനത്തെ മൊമെൻ്റത്തിൽ നിന്ന് ആദ്യത്തെ മൊമെൻ്റം കുറച്ചാൽ മതി. സാർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം എങ്ങനെ കണ്ടെത്തുക, മൊമെൻ്റ് വ്യത്യാസ നിരക്ക് എങ്ങനെ കണ്ടെത്തുക. ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ മൊമെൻ്റം ബൈ ടൈം. ചേഞ്ച് ഇൻ മൊമെൻ്റം ബൈ ടൈം. സാർ എന്താ ചേഞ്ച് ഇൻ മൊമെൻ്റം? mv - mu by t. mv - mu by t. വേണമെങ്കിൽ നിങ്ങൾക്ക് A+ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ കൂടി ഒന്ന് പഠിച്ചേക്കുക. കേട്ടോ. ഇതിൽ രണ്ടിലും മാസ് കോമൺ അല്ലേ? m ഇൻറ്റു v - u by t. ഇതും കൂടി പഠിച്ചാൽ സെറ്റാ, പെർഫെക്റ്റ്. ഓക്കെ. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയട്ടെടാ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം കാണാനുള്ള ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ മൊമെൻ്റം ബൈ ടൈം, മൊമെൻ്റ് വ്യത്യാസം ബൈ സമയം. സാറേ mv - mu by ടൈം. സാറേ അതിൽ രണ്ടിലും മാസ് കോമൺ ആയതുകൊണ്ട് m ഇൻറ്റു v - u by t. കാണാതെ പഠിച്ചോ, ബാക്കി ഞാൻ ഏറ്റ്. സോ ഇന്നത്തെ രാത്രിക്കത്തെ ലൈവിൽ നിങ്ങൾ വരികയാണെങ്കിൽ ആദ്യം ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വരണം, ബാക്കി ഞാൻ ഏറ്റ്. mv - mu by t അല്ലെങ്കിൽ m ഇൻറ്റു v -
u/t. സാർ അടുത്ത എന്താ സാർ അടുത്ത പാഠം ഏതാ സാറേ രണ്ടാമത്തെ പാഠം ഏതാ നമ്മളെ രണ്ടാമത്തെ പാഠം ഓ മൈ ഗോഡ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ചലന നിയമങ്ങളല്ല ചലന സമവാക്യങ്ങൾ ഒന്നാമത്തെ എന്താടാ v ഈസ് ഈക്വൽ ടു u പ്ലസ് at v ഈസ് ഈക്വൽ ടു u പ്ലസ് at ഉറപ്പാ u എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വെലോസിറ്റി ആദ്യ പ്രവേഗം സൂതലെ v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗം a എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ത്വരണം t എന്ന് പറഞ്ഞാൽ സമയം രണ്ടാമത്തെ എന്താ s is equal to ut പ്ലസ് ഹാഫ് at സ്ക്വയർ ut പ്ലസ് ഹാഫ് at സ്ക്വയർ അടുത്ത ക്വസ്റ്റ്യൻ എന്താ v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as സാറേ പ്രോബ്ലം വേണം രാത്രികത്തെ ലൈവിൽ വാ s is equal to ut പ്ലസ് ഹാഫ് at സ്ക്വയർ v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as പിന്നെ ഇവിടെ എന്താ മാഷ് ചോദിക്കുക ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണം കാണാനുള്ള ഇക്വേഷൻ എന്താണ് സിമ്പിൾ a is equal to v minus u/t a is equal to v minus u/t സിമ്പിൾ ആണ് a is equal to v minus u/t ആക്സലറേഷൻ കാണാൻ നേരത്തെ ഒരു ഇക്വേഷൻ കൂടി പഠിപ്പിച്ചെന്ന് എന്തായിരുന്നടാ f/m നമ്മൾ f is equal to ma a is equal to f/m കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് സിമ്പിൾ ഹമ്പിൾ നിസ്സാരം പിന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇതും കൂടി പഠിക്കണം സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ സ്പീഡ് is equal to ഡിസ്റ്റൻസ് ബൈ ടൈം വെലോസിറ്റി is equal to ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം സാറേ ദൂരം is equal to വേഗത is equal to ദൂരം ബൈ സമയം പ്രവേഗം is equal to സ്ഥാനാന്തരം ബൈ സമയം എളുപ്പം വളരെ വളരെ എളുപ്പം സാറേ ഒന്നാമത്തെ പാഠത്തിൽ വല്ല ഇക്വേഷൻ ഉണ്ടോ ഉണ്ട് ഒന്നാമത്തെ പാഠത്തിൽ ഒരു ഇക്വേഷൻ ഉണ്ട് അപവർത്തനാങ്കം കാണാനുള്ള ഇക്വേഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ n is equal to c/v n is equal to c/v അതും കൂടി ഒന്ന് പഠിച്ചേക്കണേ n is equal to c/v സാറേ പിന്നെ ഈ പാഠത്തിൽ എന്താ ചോദിക്കുക പിന്നെ ഈ പാഠത്തിൽ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് യൂണിറ്റുകൾ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ നിർബന്ധമായിട്ടും പഠിക്കണം ഈ പാഠം എന്നല്ല എല്ലാ ക്ലാസ്സിലെയും പ്രധാനപ്പെട്ട യൂണിറ്റ് ഞാനൊന്ന് ചുരുക്കി ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് വൃത്തിയാക്കാൻ സമയം കിട്ടില്ല നിങ്ങൾ സമയം എടുത്തോളി വീഡിയോ പോസ് ചെയ്തോളി സ്ക്രീൻഷോട്ട് എടുത്തോളി പഠിച്ചോളി ഇതാണ് ഒന്നാമത് നോക്കടാ ദൂരത്തിന്റെ യൂണിറ്റ് എന്താ മീറ്റർ എല്ലാ പാഠത്തിലുള്ള ദൂരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് സ്പീഡിന്റെ യൂണിറ്റ് സ്പീഡാണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും വേഗമാണെങ്കിലും പ്രവേഗമാണെങ്കിലും അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് പഠിക്കാതെ പോവരുത് മാർക്ക് പോവും സാർ അടുത്തത് വോൾട്ടേജ് ആണെങ്കിലും EMF ആണെങ്കിലും രണ്ടിന്റെ യൂണിറ്റ് വോൾട്ട് ആണ് കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ് കറണ്ട് യൂണിറ്റ് എന്താടാ ആംബിയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം ആണ് പിന്നെ ചോദിക്കും ചാർജിന്റെ യൂണിറ്റ് എന്താ ചാർജിന്റെ യൂണിറ്റ് കൂളോം ഇത് ക്യൂ എന്ന് പറഞ്ഞാൽ അതാണ് ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ് കൂളോം അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യൂ ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം പിന്നെ അടുത്താണ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ് എൻ്റെ കൂടെ പഠിച്ചോ ഉപകാരം ഉണ്ടാവും നമ്മൾ വേറെ ഒന്നും വേസ്റ്റ് ആക്കുന്നില്ല കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ് സാർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും പ്രവൃത്തിക്ക് എന്തൊക്കെ യൂണിറ്റ് ഉണ്ട് ജൂൾ ഉണ്ട് പിന്നെ അടുത്തെന്താടാ ന്യൂട്ടൺ മീറ്റർ ഉണ്ട് പ്രവർത്തിൻ്റെ യൂണിറ്റ് എന്താ ജൂള് ന്യൂട്ടൺ മീറ്റർ സാറേ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്താ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ് കലോറി ഉണ്ട് കിലോ കലോറി ഉണ്ട് ജൂള് കലോറി കിലോ കലോറി സോ ഇതിൽ അടുത്തത് പവറിൻ്റെ യൂണിറ്റ് എന്താന്ന് പവർ അല്ലെങ്കിൽ പവറിൻ്റെ യൂണിറ്റ് ആണ് ഒന്നെങ്കിൽ വാട്ട് എന്ന് പറയും അല്ലെങ്കിൽ HP എന്ന് പറയും കുതിരശക്തി ഹോഴ്സ് പവർ സോ അതും നമ്മൾ പഠിച്ച് ഫോഴ്സ് അല്ലെങ്കിൽ ബലത്തിൻ്റെ യൂണിറ്റ് എന്താടാ ന്യൂട്ടൺ റിലേറ്റീവ് ഡെൻസിറ്റി ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല എന്നാൽ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റിന്റെ യൂണിറ്റ് എന്താ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് സമയം എടുത്തോ യൂട്യൂബ് വീഡിയോ ആണ് പോസ് അടിച്ചോ പഠിച്ചോ എന്നിട്ട് മാത്രം അടുത്ത വീഡിയോ കണ്ടാൽ മതി സാർ അടുത്തെന്താ വെയിറ്റ് ഭാരത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റ് എന്നാൽ മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റ് ആണ് മാസിന്റെ യൂണിറ്റ് ആണെങ്കിൽ കിലോഗ്രാം ആണ് സാറേ പിന്നെന്താ സാറേ യൂണിറ്റ് പഠിക്കാനുള്ളത് കുറച്ചും കൂടി ഉള്ളൂ ഇതുകൂടി കഴിഞ്ഞ് അടുത്ത ദിവസം ചോദിക്കും ചെറിയ ജീന്റെ യൂണിറ്റ് എന്താണ് എടാ ചെറിയ ജി എന്ന് പറഞ്ഞാൽ എന്താ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൂഗുരുത്വ ത്വരണം ഞാൻ എല്ലാ പാഠവും കീറി മുറിച്ച് എല്ലാ പാഠമുള്ള ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും പോകാൻ പാടില്ല 9ാം ക്ലാസ്സിലെ ഫിസിക്സ് നല്ല എക്യുപ്ഡ് ആയിട്ട് നിങ്ങൾ നല്ല ഉഷാറായിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകാൻ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ കോൺഫിഡൻസ് പോകും പഠിക്കണേ സമയം എടുത്ത് പഠിച്ച് ഒരു കുഴപ്പമില്ല ചെറിയ ജീൻ്റെ വാല്യൂ നമ്മൾ 4ാമത്തെ പാഠം സുതല സിമ്പിളാ ചെറിയ ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ അല്ലേ ത്വരണമല്ലേ അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സാർ അടുത്തത് വലിയ ജി എന്താ വലിയ ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം അതിന്റെ യൂണിറ്റ് ആണ് nm²/kg². അതും പഠിച്ചേക്കുക അടുത്തത് ആക്സലറേഷൻ സാറേ ഇത് രണ്ടും ഒന്നല്ലേ ആക്സലറേഷന്റെ യൂണിറ്റ് എന്താ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അടുത്തെന്താ വെലോസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു സ്പീഡ് ആണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും വേഗമാണെങ്കിലും പ്രവേഗമാണെങ്കിലും യൂണിറ്റ് എന്താ മീറ്റർ പെർ സെക്കൻഡ് സാർ അടുത്തത് മൊമെന്റം എപ്പോഴും ആലോചിക്കണേ മൊമെന്റം ആണെങ്കിലും
ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണെങ്കിലും മൊമെൻ്റ് വ്യത്യാസമാണെങ്കിലും അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. എന്നാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വരികയാണെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാ. പഠിച്ചു വെക്കണേ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാ. പിന്നെ ചോദിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. എടാ ദൂരമാണെങ്കിലും സ്ഥാനാന്തരമാണെങ്കിലും രണ്ടിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. പിന്നെ അടുത്ത ദിവസം ചോദിക്കും അപവർത്തനാങ്കത്തിന് വല്ല യൂണിറ്റ് ഉണ്ടോയെന്ന്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഒരു യൂണിറ്റും ഇല്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ്. മക്കളെ ഞാൻ പ്രധാനപ്പെട്ട പോയിന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹെഡിങ് പോലും മുക്കിയിട്ടില്ല. എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക. കൂടുതൽ പ്രോബ്ലംസ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയുള്ള നമ്മൾ എജുപോർട്ടിൻ്റെ ലൈവിലേക്ക് എല്ലാവരും അങ്ങോട്ട് വരിക. സോ ഗൈസ് മറക്കരുത്, രാത്രി 7 മണി. വെൽക്കം ടു എജുപോർട്ട്. ഇഷ്ടപ്പെടുമെങ്കിൽ എന്താ ചെയ്യേണ്ടി? ലൈക്ക് അടിക്കുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ക്ലാസ് ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുക്കുക. ലൈവിൻ്റെ ലിങ്ക് ഇപ്പോഴേ കമൻറ്റ് ബോക്സിലുണ്ടാവും. പോവുക, ലൈക്ക് അടിക്കുക, നോട്ടിഫൈ മീ ഓൺ ആക്കി വെക്കുക. സീ യു ദെയർ. ബൈ.